നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചേർന്നെടുത്തത് സുപ്രധാന തീരുമാനങ്ങൾ. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് ട്രംപ്. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണ. 2030-ൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാരം ഇരട്ടിയാക്കുമെന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാരം $500 ബില്യൺ എത്തിക്കുമെന്നും മോദിയുടെ പ്രതികരണം. കുടിയേറ്റക്കാരെ സ്വീകരിക്കാനും ധാരണ. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു ചർച്ചയുടെയും ഹൃദയഭാഗത്ത് ഉക്രൈൻ ഉണ്ടാകണമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിയൻ സമാധാനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം കുറയ്ക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറ്റി നടത്തിയ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. ലണ്ടൻ എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. തൊഴിലുടമകളായ MDRനോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഓസ്ട്രേലിയയിലെ സർക്കാർ രൂപീകരണം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഫ്രീഡം പാർട്ടി കൺസർവേറ്റീവ് പീപ്പിൾസ് പാർട്ടിയായ OVPയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ന്യൂഹാമിലെ പ്രമുഖ മലയാളിയും സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ പ്രമുഖനുമായ K ഗംഗാധരൻ അന്തരിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. TVK അധ്യക്ഷൻ വിജയ്ക്ക് Y കാറ്റഗറി സുരക്ഷ. 2 കമാൻഡോമാർ ഉൾപ്പെടെ 11 CRPF ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിന് സുരക്ഷാ ചുമതല കൈമാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ വിശദമായി. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചേർന്നെടുത്തത് സുപ്രധാന തീരുമാനങ്ങൾ. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുമായി സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ പാക് വംശജൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകി. അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയെ സഹായിക്കുമെന്നും അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം നൽകി. അമേരിക്കയ്ക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പരസ്പരം നികുതി ചുമത്തുമെന്ന തീരുമാനത്തിൽ ഇന്ത്യക്ക് ഇളവ് നൽകാൻ ട്രംപ് തയ്യാറായിട്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരുവരുടെയും പ്രസ്താവന. ഞങ്ങളുടെ പ്രതിനിധി BS രാജേഷിന്റെ റിപ്പോർട്ടിലേക്ക്. സുപ്രധാനമായ തീരുമാനങ്ങളുമായാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത്. വിശദമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്തമായി മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാടുകളും തീരുമാനങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു മെഗാ ഇടപാടാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് നരേന്ദ്രമോദി അഭിമാനത്തോടെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ ട്രംപ് ഒന്ന് പറഞ്ഞു, ഇന്ത്യയുമായി ഒരു വ്യാപാര ഇടനാഴിയടക്കം വളരെ അതിശയിപ്പിക്കുന്ന വ്യാപാര ഇടപാടുകളാകും വരിക. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ച പരസ്പര താരിഫുകളിൽ ഇന്ത്യക്ക് ഇളവൊന്നും ഉണ്ടാകില്ല. കാരണം അമേരിക്കയിലേക്ക് വരുന്ന ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ വില കൂടുതലാണ്, നികുതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് താരിഫ് പ്രഖ്യാപനത്തിൽ ഇളവുകൾ ഉണ്ടാകില്ല എന്ന് ട്രംപ് കട്ടായം പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അനധികൃതമായി US-ലെത്തിയ അനധികൃത കുടിയേറ്റക്കാർ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ എല്ലാം വളരെ വ്യക്തമായി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കും എന്ന് ട്രംപ് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ മാന്യത അനുസരിച്ച് അനധികൃതമായ കുടിയേറ്റക്കാരാണെങ്കിൽ അവരെ ഇന്ത്യ മാന്യമായി തന്നെ തിരിച്ച് സ്വീകരിക്കുമെന്ന മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏറെ വിമർശനങ്ങളോ അല്ലെങ്കിൽ അതിശയോക്തികളോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഈ ട്രംപിൻ്റെ 2ാം ടൈമിലെ ഈ ആദ്യത്തെ കൂടിക്കാഴ്ച അതിനിർണായകമായിരുന്നു. സുപ്രധാനമായ സൈനിക വ്യാപാര ഇടപാടുകളടക്കം ഇന്ത്യയും US-ഉം തമ്മിൽ ഇനി അങ്ങോട്ട് തുടരും എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ ട്രംപ് മോദി കൂടിക്കാഴ്ച. 2030 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വ്യാപാരം $500 ബില്യൺ എത്തിക്കുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. അമേരിക്കയിൽ നിന്നും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നും നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ഭീകരവാദത്തെ എതിർക്കുമെന്ന് മോദി പറഞ്ഞു. ബോസ്റ്റണിൽ പുതിയ ഇന്ത്യ കോൺസുലേറ്റ് തുടങ്ങുമെന്ന് മോദി പ്രഖ്യാപിച്ചു. ഉക്രൈൻ-റഷ്യ യുദ്ധത്തിൽ ഇന്ത്യക്ക് കൃത്യമായ പക്ഷമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അത് ശാന്തിയുടെ പക്ഷമാണ്. അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് എന്നും പിന്തുണയുണ്ടാകും. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു ചർച്ചയുടെയും ഹൃദയഭാഗത്ത് ഉക്രൈൻ ഉണ്ടാകണമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ.
ചർച്ചകളിലായാലും തുടർച്ചയായ പോരാട്ടത്തിലായാലും ഉക്രൈൻ ഏറ്റവും ശക്തമായ നിലയിലാണ് എന്നത് പ്രധാനമാണെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. 3 വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. ഉക്രൈനിന്റെ പങ്കാളിത്തമില്ലാതെ USഉം റഷ്യയും നിർദ്ദേശിക്കുന്ന സമാധാന കരാർ അംഗീകരിക്കാനാവില്ലെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. താനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് സംസാരിച്ചിരുന്നു. എന്നാൽ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് പ്രായോഗികമല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സുരക്ഷാ സമ്മേളനം നടക്കുന്ന മ്യൂണിക്കിൽ ഇന്ന് റഷ്യൻ പ്രതിനിധികൾ അമേരിക്കക്കാരെ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം കുറയ്ക്കുന്നത് കരാറിന്റെ ഭാഗമാകാമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ ഉക്രൈനെ സംരക്ഷിക്കുന്നതിൽ നിന്നും USന്റെ പിന്മാറ്റത്തിൽ യൂറോപ്യൻ നേതാക്കൾ നിരാശരാണ്. പെന്റഗൺ മേധാവി എന്ന നിലയിൽ 2014 മുമ്പുള്ള അതിർത്തികൾ ഉക്രൈനിന് പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ബ്രസൽസിൽ നടന്ന നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ അവസാനം സംസാരിച്ച ഹെഗ്സെറ്റ് തറപ്പിച്ചു പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് നന്നായി ഇടപെടുമെന്നും ഹെഗ്സെറ്റ് പറഞ്ഞു. ടിക്ടോക്കിന്റെ നിരോധനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ 5 വരെ നീട്ടിവച്ചതിനെ തുടർന്ന് ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും US ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക്ക് ലഭ്യമായി തുടങ്ങി. 170 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ജനപ്രിയ ആപ്പായ ടിക്ടോക്ക് കഴിഞ്ഞ മാസം നിരോധിച്ചതോടെ ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് ടിക്ടോക്ക് നിരോധിക്കുന്ന നിയമം പാലിക്കുന്നതിന് 75 ദിവസത്തെ കാലാവധി നീട്ടി നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറ്റി നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 30 പേർക്ക് പരിക്കേറ്റു. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. 24 വയസ്സുള്ള ഫർഹാദ് എൻ എന്ന ഒരു അഫ്ഗാൻ അഭയാർത്ഥിയായി വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് തീവ്രവാദ പശ്ചാത്തലമുണ്ടെന്ന സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് തീവ്രവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ അന്വേഷണം ഏറ്റെടുത്തതായി പോലീസ് പറഞ്ഞു. ഡ്രൈവർ ശിക്ഷിക്കപ്പെടണം, അയാൾ രാജ്യം വിടണം എന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് രൂക്ഷമായി പ്രതികരിച്ചു. ലണ്ടൻ എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. തൊഴിലുടമകളായ MTRനോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ന്യായമായ ശമ്പള വർധനവ് ആവശ്യം അംഗീകരിക്കാത്തതാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ ട്രേഡ് യൂണിയൻ ആസ്ലഫ് പറഞ്ഞു. ഏകദേശം 500ഓളം ലോക്കോ പൈലറ്റുമാർ ഫെബ്രുവരി 27, മാർച്ച് 1, 8, 10 തീയതികളിൽ ജോലി നിർത്തിവെച്ചുകൊണ്ട് സമരം ചെയ്യുന്നതോടെ ട്രെയിൻ ഗതാഗതം ഭൂരിഭാഗവും തടസ്സപ്പെടും. 95% ഡ്രൈവർമാരും സമരത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് സമരം നടത്താൻ സംഘടന തീരുമാനിച്ചത്. ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസിനെതിരായ അഴിമതി കേസ് പിൻവലിക്കാനുള്ള ഉത്തരവ് നിരസിച്ചതിന് പിന്നാലെ മാൻഹട്ടനിലെ ഉന്നത US അഭിഭാഷക ഡാനിയൽ സാസുൺ രാജിവെച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ സ്ഥാനക്കയറ്റം നൽകിയ അഭിഭാഷകയാണ് ഡാനിയൽ സാസുൺ. എറിക്കിനെതിരായ കേസ് തള്ളുന്നത് അപകടകരമായ പശ്ചാത്തലം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് സാസൂണിന്റെ രാജി. 2 ഉന്നത നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥരോടൊപ്പം സാസൂണിന്റെയും വേർപാട് ട്രംപ് ഭരണകൂടം വരുത്തുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തുർക്കി പൗരന്മാരിൽ നിന്ന് $10,000 കൂടുതൽ സമ്മാനങ്ങൾ സ്വീകരിച്ചതായി ആഡംസിനുമേൽ ആരോപിക്കപ്പെട്ടിരുന്നു. USൽ അടുത്ത US മനുഷ്യാരോഗ്യ സേവന സെക്രട്ടറിയായി റോബർട്ട് F. കെന്നഡി ജൂനിയർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി റോബർട്ട് 80,000 ജീവനക്കാരും $1 ട്രില്യൺ ബജറ്റും ഉള്ള പ്രധാന ആരോഗ്യ ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കും. ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളിലും വേഗത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രസിഡന്റ് ശ്രമിക്കുന്നതിനിടയിലാണ് കെന്നഡിയെ ക്യാബിനറ്റ് മനുഷ്യ ആരോഗ്യ സേവന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാശ്ചാത്യരല്ലാത്ത പശ്ചാത്തലമുള്ള താമസക്കാരിൽ പകുതിയോളം പേരെങ്കിലും താമസിക്കുന്ന പ്രദേശങ്ങളിലെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ പൊളിക്കാൻ ഡെൻമാർക്കിനെ അനുവദിക്കുന്ന ഗെട്ടോ നിയമം നേരിട്ടുള്ള വംശീയ വിവേചനമാണെന്ന് യൂറോപ്യൻ കോടതി ഓഫ് ജസ്റ്റിസിലെ അഡ്വക്കേറ്റ് ജനറലായ തമാര കാപ്പറ്റ കണ്ടെത്തി. ഡെൻമാർക്കിലെ പാശ്ചാത്യ ഇതര കുടിയേറ്റക്കാരും അവരുടെ പിൻഗാമികളും തമ്മിലുള്ള വിഭജനം വംശീയ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നും ഇത് അവസാനിപ്പിക്കാൻ ഗെറ്റോ നിയമത്തിൽ ഭേദഗതി വേണമെന്നും തമാര കാപ്പറ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സർക്കാർ രൂപീകരണം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഫ്രീഡം പാർട്ടി കൺസർവേറ്റീവ് പീപ്പിൾസ് പാർട്ടിയായ OVPയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഇതോടെ ഓസ്ട്രേലിയ ഇപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ്. ആഴ്ചകളോളം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. സെപ്റ്റംബറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം 2ാം തവണയാണ് സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടത്. ലണ്ടനിലെ ന്യൂഹാമിലെ പ്രമുഖ മലയാളിയും സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ പ്രമുഖനുമായ K. ഗംഗാധരൻ അന്തരിച്ചു. ആലപ്പുഴ സ്വദേശിയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖം നിമിത്തം ചികിത്സയിലായിരുന്ന അദ്ദേഹം ലണ്ടനിലെ ന്യൂഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണമടഞ്ഞത്. K. ഗംഗാധരൻ ടെലിഫോൺ കേബിൾസ് ലിമിറ്റഡ് ജീവനക്കാരനായിരുന്നു. ബ്രിട്ടനിലെ ട്രാൻസ്പോർട്ട് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സീനിയർ
പ്രതിനിധിയായി ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഓമന ഗംഗാധരൻ ആണ് ഭാര്യ. 1987 പുറത്തിറങ്ങിയ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ മലയാളികൾ നെഞ്ചിലേറ്റിയ കഥ എഴുതിയത് ഡോക്ടർ ഓമന ഗംഗാധരൻ ആണ്. കണ്ണൻ, കാർത്തിക എന്നിവർ മക്കളും. ഡോക്ടർ സൂരജ് മരുമകനുമാണ്. ഇനിയൊരിടവേള. ജീവിതത്തിലെ ടെൻഷനുകൾ, തിരക്കുകൾ, ബഹളങ്ങൾ ഇവയിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും നിങ്ങൾക്കൊരു ഇടവേള വേണ്ടേ? യൂറോപ്പിൽ നിന്നും അനുയോജ്യമായൊരു ഹോളിഡേ യാത്രയ്ക്കായി നിങ്ങൾ ഇടം തിരയുകയാണോ? ഇതാ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ അവധി ദിനങ്ങൾ ചിട്ടപ്പെടുത്തിയൊരുക്കാൻ, ഉല്ലാസമാക്കാൻ ഞങ്ങളുണ്ട്. ആനന്ദ് ട്രാവൽ ക്രൂയിസ് ഹോളിഡേയ്സ്. 7 ഭൂഖണ്ഡങ്ങളിലായി 360-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. യൂറോപ്പിൽ നിന്നും കരീബിയ, ഹവായ്, ജപ്പാൻ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആഡംബര യാത്രാ ഡീലുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഡ്രീം ക്രൂയിസ് യാത്രയ്ക്കായി ഇപ്പോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ആനന്ദ് ട്രാവൽസിനൊപ്പം വിളിക്കുക 02085484897 എന്ന നമ്പറിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. മലയാളി സൈനികൻ VV വസന്തകുമാർ ഉൾപ്പെടെ 40 CRPF സൈനികരുടെ ജീവനെടുത്ത കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഭീകരാക്രമണം. വാഹനവ്യൂഹം പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയ്ക്ക് സമീപത്തെത്തിയപ്പോൾ 100 കിലോമീറ്റർ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ ചാവേർ ഭീകരർ ഈ വാഹനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിലായി 10,000-കണക്കിന് ഇന്ത്യക്കാർ തടവറയിലുണ്ടെന്ന് അറിയിച്ച് കേന്ദ്ര സർക്കാർ. 86 രാജ്യങ്ങളിലെ ജയിലുകളിലായി 10,152 ഇന്ത്യക്കാർ കഴിയുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. ഇതിൽ 2,684 ഇന്ത്യക്കാർ വിചാരണ കാത്ത് കഴിയുന്നതായും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിലെ ചോദ്യത്തിന് മറുപടി നൽകി. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ പേർ ജയിലിൽ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസ് MP സങ്കേത് ഗോഖലെയുടെ ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത്. കോൺഗ്രസും AAPയും സഖ്യത്തിലേർപ്പെട്ടാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തെ തടുക്കാനാവില്ലായിരുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു മാറ്റം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ജനവിധിയെ മാനിക്കണം. ജനത്തിന് തെറ്റുപറ്റില്ല. നിങ്ങൾ ജനങ്ങളെ സമീപിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാര്യങ്ങൾ വിജയകരമായി ബോധ്യപ്പെടുത്താനായില്ലെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു. TVK അധ്യക്ഷൻ വിജയ്ക്ക് Y കാറ്റഗറി സുരക്ഷ. 2 കമാൻഡോമാർ ഉൾപ്പെടെ 11 CRPF ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിന് സുരക്ഷാ ചുമതല കൈമാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. വിജയുടെ ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹത്തെ തല്ലണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചിലർ അടുത്തിടെ Xൽ പോസ്റ്റുകൾ പങ്കുവച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനമെടുത്തതെന്ന് സൂചനയുണ്ട്. സംഭാഷണവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇനി കേരള ഹൈലൈറ്റ്സ്. വയനാട്ടിൽ സിദ്ധാർത്ഥന് സംഭവിച്ച ദുരന്തത്തിന്റെ തുടർച്ചയാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരത എന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് VT സതീശൻ. കൊലപാതകത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രമേയുള്ളൂ. ക്രൂരമായ പീഡന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇത് കേരളത്തിലെ പല കോളേജ് ഹോസ്റ്റലുകളിലും നടക്കുന്നുണ്ട്. പൂക്കോട് സംഭവത്തിൽ പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാരിന്റെയും CPMന്റെയും ഭാഗത്തു നിന്നുണ്ടായി. കോട്ടയം നഴ്സിംഗ് കോളേജിലും റാഗിംഗ് നേതൃത്വം നൽകിയത് SFIയുമായി ബന്ധമുള്ള സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ദയവ് ചെയ്ത് SFIയെ പിരിച്ചുവിടുക CPM ചെയ്യേണ്ടതെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ 3 നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ അതിവേഗ റെയിൽവേ ഇടനാഴി പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. ഇതോടെ 3 നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള സമയം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാകും വിധത്തിലാണ് പദ്ധതി ഒരുക്കുന്നത്. ശേഷം ബംഗളൂരുവിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലെത്താനാകും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.08 രൂപ, ഒരു US ഡോളർ 86.83 രൂപ, ഒരു യൂറോ 90.86 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. സൗദി പ്രോ ലീഗിൽ അൽ അഹ്ലിയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ക്രിസ്ത്യാനോയുടെ അൽ നസർ. 45 മിനിറ്റിലധികം 10 പേരുമായി ചുരുങ്ങി പൊരുതി കളിച്ചായിരുന്നു അൽ നസറിന്റെ ജയം. 47-ാം മിനിറ്റിൽ മുഹമ്മദ് സിമാഖാനാണ് ചുവപ്പ് കാർഡ് ലഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചേർന്നെടുത്തത് സുപ്രധാന തീരുമാനങ്ങൾ. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് ട്രംപ്. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണ.
2030 ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാരം ഇരട്ടിയാക്കുമെന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാരം $500 ബില്യൺ എത്തിക്കുമെന്നും മോദിയുടെ പ്രതികരണം. കുടിയേറ്റക്കാരെ സ്വീകരിക്കാനും ധാരണ. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു ചർച്ചയുടെയും ഹൃദയഭാഗത്ത് ഉക്രൈൻ ഉണ്ടാകണമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിയൻ സമാധാനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം കുറയ്ക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറ്റി നടത്തിയ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. ലണ്ടൻ എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. തൊഴിലുടമകളായ MDRനോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഓസ്ട്രേലിയയിലെ സർക്കാർ രൂപീകരണം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ഫ്രീഡം പാർട്ടി കൺസർവേറ്റീവ് പീപ്പിൾസ് പാർട്ടിയായ OVPയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ന്യൂഹാമിലെ പ്രമുഖ മലയാളിയും സിംഗപ്പൂരിൽ നിന്നുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ പ്രമുഖനുമായ K ഗംഗാധരൻ അന്തരിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. TVK അധ്യക്ഷൻ വിജയ്ക്ക് Y കാറ്റഗറി സുരക്ഷ. 2 കമാൻഡോമാർ ഉൾപ്പെടെ 11 CRPF ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിന് സുരക്ഷാ ചുമതല കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.